സിവിയർ പ്രിന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ജുമുക്കയും അതിന് ചേരുന്ന ഒരു മൂക്കുത്തിയാണ്, നോസ് റിങ്ങും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് മൂക്ക് കുത്താത്തവർക്കും ഇടാൻ പറ്റിയതാണ്. ഇതിലൊരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ലിപ്പിൻ്റെ മേളിൽ ചെറിയൊരു മറുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മറുക്, അതുകൊണ്ട് ചുമ്മാ ഐലൈനർ ഐ പെൻ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിന് എല്ലാവർക്കും സ്മോക്ക് കേസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. കയ്യിലുള്ള ഐജെല്ല് കട്ട പിടിച്ച് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം ആ ഐജെല്ല് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം, അതോടൊപ്പം എങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്മോക്ക് കേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ബ്രൗൺ കളർ ഐലിഡിൽ എടുത്തിടുവാണ്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. സ്മോക്ക് കേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബേസ് ആയിട്ട് ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കുക, ദെൻ അതിൻ്റെ തൊട്ട് ഡാർക്ക് ബ്രൗൺ, പിന്നെ കൂടിയ ഡാർക്ക് ബ്രൗൺ, പിന്നെ ബ്ലാക്ക്. അങ്ങനെ വേണം ആ ഒരു സ്മോക്കി ഐസിൻ്റെ കളേഴ്സ് പോകാനായിട്ട്. അപ്പോൾ അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. കളേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഡാർക്ക് കളർ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റിനെ കുറേ കളർ എടുത്ത് അങ്ങ് ഇടരുത് കേട്ടോ. അപ്പം ഭയങ്കര വൃത്തികേടായിരിക്കും അത് കാണാനായിട്ട്. നന്നായിട്ട് റൗണ്ടായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ഡാർക്ക് ബ്രൗൺ കളർ ഇത് കണ്ടോ, ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ ലൈറ്റായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കാനായിട്ട്. ദെൻ ഈ ഡാർക്ക് ബ്രൗൺ കളറ് ബാക്കിയുള്ള ബ്രൗൺ കളറുമായിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ ഐജെല്ലാണ് യൂസ് ചെയ്യേണ്ടത്. ഐജെല്ല് വെച്ചിട്ട് ചെയ്താലേ നമുക്ക് നല്ലൊരു സ്മോക്കി ഐസ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് മാക്കിൻ്റെ ഐജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഐജെൽ വാങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആകാറായിട്ടോ. പക്ഷെ ഇത് ഉറഞ്ഞു പോകേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല. നമ്മൾ ഈ ബ്രൈഡൽ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ അറിയാതെ തുറന്നു വയ്ക്കും. അപ്പം ഇത് എയറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് കട്ട പിടിച്ചു കേട്ടോ. പിന്നെ ഇത് ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഈ കട്ട പിടിച്ച ഐജെല്ലൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. പാക്കിൻ്റെ ഒരു ലിക്വിഡാണ്, പാക്കിൻ്റെ ഡ്യുവൽ ഫോൾഡ് ലിക്വിഡ് ജെല്ലാണ്. ഇത് ഒരു സിറം ടൈപ്പ് പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മളൊരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉറഞ്ഞ കൺമഷയും നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുള്ളത് 100% ആണ്. സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 ബ്രഷാണ്. ഇത് കണ്ടോ, ഒരെണ്ണം പെൻസിൽ ബ്രഷാണ്, ഒരെണ്ണം ഇത് സ്മഡ്ജിങ് ബ്രഷാണ്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഐജെൽസ് അല്ല, ഇത് ഒരെണ്ണം ഇംഗ്ലോട്ടിൻ്റെ ആണ്, ഒരെണ്ണം മാക്കിൻ്റെ ആണ്, അതുപോലെ മെബലിൻ. ഇങ്ങനെയുള്ള ഐജെൽസ് എല്ലാം നമ്മൾ എടുത്തിട്ട് അപ്പം തന്നെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് എപ്പോൾ സെറ്റായി പോയി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അത് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഇത് യൂസ് ആക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് നമുക്ക് അത്യാവശ്യമാണ്. ഫസ്റ്റ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട്. അതിനുശേഷം സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഐ ഷാഡോയിൽ നിന്ന് ഒരു ബ്രൗൺ കളർ എടുത്ത് ആ ഒരു ബ്ലാക്ക് കളറുമായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നു നല്ലോണം. എഗെയിൻ നമുക്ക് കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ എഗെയിൻ കാജൽ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ദെൻ കണ്ണിൻ്റെ അടിഭാഗത്താണ് എഴുതുന്നത്. കണ്ണിൻ്റെ വാട്ടർ ലൈൻ മാത്രം നമുക്കൊന്ന് എഴുതി കൊടുക്കാം. അതും ഒരു ഐ ലുക്കാണ്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പോവാട്ടോ. ഞാനിത് കണ്ണിൻ്റെ അടിയും കൂടെ ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. കണ്ണിൻ്റെ ഇന്നർ വാട്ടർ ലൈനിൽ ഒരു ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമ്മൾ വാലിട്ട് എഴുതി കൊടുക്കുന്നു. 3 സ്റ്റൈലിൽ വേണമെങ്കിൽ നമുക്ക് പോവാം. ഒന്നെങ്കിൽ കണ്ണിൻ്റെ വാട്ടർ ലൈൻ മാത്രം എഴുതാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ അടിഭാഗത്തും നമുക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ വാലിട്ട് എഴുതാം, വാലിടാണ്ട് എഴുതാം. എങ്ങനെ വേണേലും നമുക്കിത് എഴുതി കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് വാലിട്ട് എഴുതുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വാലിട്ട് കൊടുക്കുന്നത്. വാലിട്ട് എഴുതാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും വേണ്ടി നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.